കെ.പി. യോഹന്നാനെ കൊന്നതാര്? അമേരിക്കയിലെ ഡാലസിലുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ അത്താനാസ്യോസ് യോഹാൻ മെത്രാപ്പോലിത്ത എന്ന കെ.പി. യോഹന്നാൻ അല്പസമയം മുമ്പ് അന്തരിച്ചു. ചികിത്സയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ബുധനാഴ്ച വൈകിട്ട്, അതായത് ഇന്ന് വൈകിട്ടായിരുന്നു അന്ത്യം. ചർച്ചിന്റെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിന് സമീപത്തെ പൊതുനിരത്തിലൂടെ പ്രഭാത സവാരി നടത്തുന്നതിനിടെ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തെ. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ആയിരുന്നു അപകടം. തലയ്ക്കും വാരിയലിനും ഇടുപ്പിലിനും ഗുരുതര പരിക്കേറ്റിരുന്നു. ഉടനെ തന്നെ ഹെലികോപ്റ്ററിൽ ഡാലസിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. 4 ദിവസം മുമ്പാണ് കെ.പി. യോഹന്നാൻ അമേരിക്കയിൽ എത്തിയത്. 300 ഏക്കർ വിസ്തൃതിയുള്ള ഭദ്രാസനത്തിനകത്തായിരുന്നു സാധാരണ രാവിലെ ഇദ്ദേഹം നടക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ പതിവില്ലാതെയാണ് പുറത്തിറങ്ങിയത്. വളരെ ദുരൂഹമായൊരു മരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്ന സംശയം ബലപ്പെടുകയാണ്. ഏഷ്യയുടെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സുവിശേഷീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗോസ്പൽ ഫോർ ഏഷ്യയുടെ സ്ഥാപകനും പ്രസിഡന്റുമാണ് മൊറാൻമാർ അത്താനാസ്യോസ് യോഹാൻ എന്ന കെ.പി. യോഹന്നാൻ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപകനും നിലവിലെ മെട്രോപൊളിറ്റൻ ബിഷപ്പും കൂടിയാണ് ഇദ്ദേഹം. തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമാ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മകനായി 1950 യോഹന്നാൻ ജനിച്ചത്. ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ.പി. യോഹന്നാൻ സഹസ്ര കോടികളുടെ ആസ്തിയുള്ള ആളായി വളർച്ച പ്രാപിച്ചു. മെഡിക്കൽ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ മാത്രം ശതകോടികളുടെ ആസ്തിയാണ് ബിലീവേഴ്സ് ചർച്ചിനുള്ളത്. അദ്ദേഹത്തിന് കീഴിലുള്ള ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളിലും ആസ്തിയുണ്ട്. കുട്ടനാട്ടിൽ അക്കാലത്ത് വ്യാപകമായ താറാവ് കൃഷിയിൽ ഏർപ്പെട്ടു വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. കുട്ടിക്കാലത്ത് യോഹന്നാനും ആ ജോലിയിൽ കുടുംബത്തെ സഹായിച്ചിരുന്നു. എന്നാൽ കൗമാരകാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു. കവലകളിൽ സുവിശേഷം പ്രസംഗിച്ച് നടന്ന വെറും ഒരു പാസ്റ്റർ മാത്രമായിരുന്നു അക്കാലത്ത് കെ.പി. യോഹന്നാൻ. തൻ്റെ 16ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നത് യോഹന്നാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. W.A. ക്രിസ്വൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ ബൈബിൾ പഠനത്തിന് ചേർന്നു. 1974 അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു. ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കിയ യോഹന്നാൻ നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പാസ്റ്ററായും സേവനമനുഷ്ഠിച്ചു. ഓപ്പറേഷൻ മൊബിലൈസേഷൻ പ്രോജക്റ്റിൽ യോഹന്നാനോടൊപ്പം സേവനം ചെയ്ത ഗിസല്ലയെ യോഹന്നാൻ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് വിവാഹം കഴിച്ചു. ഇതും യോഹന്നാന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി. ഇവർക്ക് 2 മക്കളുണ്ട്. 1978 ഭാര്യയുമായി ചേർന്ന് ടെക്സാസിൽ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചു. ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ.പി. യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിന് ശേഷം 1983 തിരുവല്ല നഗരത്തിനോട് ചേർന്ന മഞ്ഞാടിയിൽ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചു. ആത്മീയയാത്ര എന്ന പ്രതിദിന സുവിശേഷ പ്രഘോഷണം റേഡിയോയിലൂടെ അവതരിപ്പിച്ചു ശ്രദ്ധ നേടി. സവിശേഷമായ ശൈലിയിലൂടെ അദ്ദേഹം സുവിശേഷ വേലയിൽ ഏർപ്പെട്ടു, ശ്രദ്ധിക്കപ്പെട്ടു. തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ 1980 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗോസ്പൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടന. തിരുവല്ല താലൂക്കിൽ നിർണം വില്ലേജിൽ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മക്കളായ കെ.പി. ചാക്കോ, കെ.പി. യോഹന്നാൻ, കെ.പി. മാത്യു എന്നീ 3 സഹോദരന്മാരാൽ ഈ സംഘടന രൂപം കൊണ്ടു. ഈ സംഘടന ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നും 1991 ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിലും പിന്നീട് രൂപം മാറി. 2023 ആത്മീയ യാത്ര ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി മാറി. അപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാനില്ലായിരുന്നു. പിന്നീട് നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്ത പ്രഥമൻ എന്ന പേരിൽ യോഹന്നാൻ സ്വയം അഭിഷിക്തനായി. CSI സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് K.J. സാമുവലാണ് അദ്ദേഹത്തെ അഭിഷേകം നടത്തിയത്. എന്നാൽ ഇതിനെതിരെ നിരവധി പരാതികൾ ഉണ്ടായി. അൽമായനായ യോഹന്നാന്റെ മെത്രാഭിഷേകം വ്യാജമാണെന്ന ആരോപണവും നിലവിൽ വന്നു. തുടർന്ന് സാമുവലിന് മോഡറേറ്റർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ യോഹന്നാൻ മെത്രാൻ തൻ്റെ സഭയിലേക്ക് കുട്ടിമെത്രാന്മാരെ സ്വയം കൈവപ്പ് ശുശ്രൂഷ നൽകി വാഴിച്ച് വലിയ മെത്രാപ്പോലിത്തയായി മാറിയിരുന്നു. എന്നാൽ കാശുണ്ടായിരുന്നത് കൊണ്ട് നിലവിലുണ്ടായിരുന്ന ആരോപണങ്ങളുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു വന്നു. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി മാറി. ഇതിന് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും സാന്നിധ്യമുണ്ട്. നിലവിൽ സഭയിൽ 30 ബിഷപ്പുമാരുണ്ട്. ബിലീവേഴ്സ് ചർച്ചിന് ഇപ്പോൾ ശതകോടികളുടെ ആസ്തിയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങളിൽ പ്രധാനമായത്. SNDP മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ MP ശ്രീകുമാറിൻ്റെ
നേതൃത്വത്തിലുണ്ടായിരുന്ന കോന്നി ശാശ്വതീകാനന്ദ ആശുപത്രി ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലാണ്. തിരുവല്ല, തൃശൂർ എന്നിവിടങ്ങളിൽ സഭയ്ക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലീവേഴ്സ് ചർച്ച് വാങ്ങി. ആത്മീയ യാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിൻ്റെ ഓഹരികളും യോഹന്നാന് സ്വന്തമായുണ്ട്. ആത്മീയ യാത്ര എന്ന ചാനൽ പിന്നീട് നിർത്തലാക്കി. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വൻ നിക്ഷേപമുണ്ട് യോഹന്നാന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 20,000 ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലായി സഭയ്ക്കുണ്ട്. ബിലീവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പേരിലും വിവിധ ഇടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങിക്കൂട്ടിയ എരുമേലിക്കടുത്തെ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന 2,263 ഏക്കർ ഭൂമി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുത്തെങ്കിലും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കെ പി യോഹന്നാന്റെ കീഴിലുള്ള സംഘടനകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് 2012 ബിലീവേഴ്സ് ചർച്ചിനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്നായി 2 ട്രസ്റ്റുകൾക്കുമായി 1,544 കോടി രൂപ ലഭിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് 19,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു. വിദേശ സംഭാവനകളുടെ സ്വീകരണം, ക്രയവിക്രയം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലും ബിലീവേഴ്സ് ചർച്ചിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. 2020 മുതൽ കേന്ദ്ര സർക്കാർ വക അന്വേഷണങ്ങൾ സഭയ്ക്കെതിരെയും യോഹന്നാനെതിരെയും നടന്നു വരികയായിരുന്നു. യോഹന്നാന്റെ കൊലപാതകത്തോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി മാറി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.